നമസ്കാരം. ഒരു ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു ഫോൺ ഉപയോഗിച്ച് വേണം ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യുന്നത്, അതുപോലെ സെൽഫി എടുക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ഒരു ബിസിനസിന്റെ പർച്ചേസ് അക്കൗണ്ടിങ് ഓട്ടോമേഷൻ നമുക്ക് ചെയ്യാം. എൻ്റെ മുന്നിലെ ഒരു ബിസിനസിന്റെ ഒരു ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻവോയ്സുള്ള പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്, സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്. ഈ ഇൻവോയ്സുകളെ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ടാലി ഈ സോഫ്റ്റ്വെയറിലേക്ക് റിയൽ ടൈം അക്കൗണ്ടിങ് ഓട്ടോമേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അതിനായി ആദ്യം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുക്കുന്നു. അതിൽ സ്കാൻ മൈ ഇൻവോയ്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് സ്കാൻ മൈ ഇൻവോയ്സ് ആപ്ലിക്കേഷൻ. ഇതിൽ ഈ മൊബൈലിൽ ഓൾറെഡി സെയിൽസ് ബില്ലോ പർച്ചേസ് ബില്ലോ ഉണ്ടെങ്കിൽ, ഗാലറി ഉണ്ടെങ്കിൽ നമുക്കത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. PDF ആയിട്ടോ ഇമേജ് ഫോർമാറ്റോ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻവോയ്സ് നമുക്ക് ഫോട്ടോ എടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കാം. ഞാനത് ഓപ്പൺ ചെയ്തു, ക്യാമറ ഓപ്പൺ ചെയ്തു. ഞാനൊരു 2-3 ഇൻവോയ്സ് ആദ്യം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കാണിക്കാം. വൈക മാർക്കറ്റിംഗ് അതാണ് സപ്ലയറിന്റെ പേര്. ഞാനത് സ്കാനർ മൊബൈൽ ഇൻവോയ്സിന് മുകളിൽ ഹോൾഡ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി സ്കാനിങ് ആയി. ഇങ്ങോട്ട് കാണാൻ ഇത് കണ്ടമാനം സ്ക്രിബിളിംഗ് ഉണ്ട്. വൈക മാർക്കറ്റിംഗ് SR അസോസിയേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇൻവോയ്സ് നമ്പർ എല്ലാതുകൊണ്ട് GS നമ്പർ എവരിത്തിങ് ഇൻവോയ്സിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ എം ഗോയിങ് ടു സേവ് ഇറ്റ്. ഫിനിഷ് സക്സസ് ഡോക്യുമെന്റ്. ദി പേജ് സേവ്ഡ് സക്സസ്ഫുള്ളി. ഞാൻ ഇതിലെ അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡിംഗ് ഡോക്യുമെന്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി. നമുക്ക് ഇനി ഇത് ടാലിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ടാലിയുടെ സ്ക്രീൻ, ഗേറ്റ് വേ ഓഫ് ടാലി. ഇതിൽ അപ്ലോഡ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കാൻ മൈ ഇൻവോയ്സിന്റെ ഒരു ഫോം ഇവിടെ അവൈലബിൾ ആവും. അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അൺഇമ്പോർട്ടഡ് ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ അപ്ലോഡ് ചെയ്ത ട്രാൻസാക്ഷൻ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇത് അണ്ടർ എക്സ്ട്രാക്ഷൻ, അണ്ടർ പ്രോസസ്സിലാണ്. മീൻ ടൈം നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻവോയ്സ് എക്സ്ട്രാക്ട് ചെയ്യാം, സ്കാൻ ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു SRന്റെ സെയിൽസ് ബില്ലാണ്. ഞാനിവിടെ ഫോട്ടോ എടുക്കുന്നു. ഇത് പ്രാക്ടിക്കലി നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ട്രാവലിങ്ങിലൊക്കെ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് എക്സ്ട്രാക്റ്റഡ് ആയി, സ്കാൻഡ് ആയി, ഫിനിഷ്, സക്സസ്, അപ്ലോഡ്, സക്സസ്. നമുക്ക് നോക്കാം അത് ടാലിയിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ റിഫ്രഷ് ബട്ടൺ ഉണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. യെസ്, സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി എക്സ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. വേറെ ഒരു ഇൻവോയ്സും കൂടി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. നിങ്ങളൊരു GST പ്രാക്ടീഷണർ ആണെങ്കിൽ ഈ മൊബൈൽ ആപ്പ് നിങ്ങളുടെ ക്ലയന്റിന്റെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ അവരുടെ അവിടെ നിന്ന് സ്കാൻ ചെയ്യുന്ന ആ മൊമെന്റിന്റെ നിങ്ങളുടെ ടാലിയിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡേ ബുക്കിൽ വന്ന് സേവ് ആവുന്നതാണ്. അവിടെ അപ്ലോഡ് കൊടുക്കുന്നു. സക്സസ്. നമുക്ക് തിരിച്ചു ടാലിയിലോട്ട് പോവാം. ഞാൻ വീണ്ടും റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ഇൻവോയ്സും ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ആദ്യത്തെ 2 ഇൻവോയ്സ് എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ സ്ക്രീനിൽ സപ്ലയർ ഓർ കസ്റ്റമർ. ഇത് സിസ്റ്റം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഈ കസ്റ്റമറിന്റെ വെൻഡർ ആണോ കസ്റ്റമർ ആണോ എന്നുള്ളത്. അതിന് ബേസ് ചെയ്തിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ ഇൻവോയ്സ് ടൈപ്പ് സെയിൽസ് ഇൻവോയ്സ് ആണോ പർച്ചേസ് ഇൻവോയ്സ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഈ 2 ട്രാൻസാക്ഷൻ ഓൾറെഡി എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. നമുക്കൊന്ന് റിഫ്രഷ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ട്രാൻസാക്ഷനും സക്സസ്ഫുള്ളി എക്സ്ട്രാക്റ്റഡ് ആയി. ഇതൊരു വാലിഡേഷൻ ആണ്. സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും എക്സ്ട്രാക്റ്റഡ് ഡാറ്റാസും എല്ലാതും സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള ഒരു വാലിഡേഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്കത് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം ഡാറ്റയിലോട്ട്. ഞാൻ ആ ട്രാൻസാക്ഷൻ ഓപ്പൺ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ്
ഈ പറയുന്ന വൈഗ മാർക്കറ്റിങ്ങിന്റെ ബന്ധപ്പെട്ട് വന്നിരിക്കണം. നമുക്കപ്പോൾ ഇൻവോയ്സ് കാണണം. അതിന് നമുക്ക് ഇവിടെ ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് ഈ സിസ്റ്റത്തിൽ, ലോക്കൽ സിസ്റ്റത്തിലൂടെ സേവ് ആയി കിടക്കുന്നുണ്ട്. എനിക്കിവിടെ വ്യൂ ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ ലോക്കൽ സിസ്റ്റത്തിൽ നിന്നും അത് ഇൻവോയ്സ് ഓപ്പൺ ആയിട്ട് വരും. ഓരോ ട്രാൻസാക്ഷനിലേക്ക് അത് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് നോക്കാം ഇതിന്റെ എക്സ്ട്രാക്ഷൻ ആക്യുറസി. ഇതാണ് വൈഗ മാർക്കറ്റിങ്ങിന്റെ ബില്ല്. സെയിം ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, സെയിം ഇൻവോയ്സ് നമ്പർ ആൻഡ് ഇൻവോയ്സ് ഡേറ്റ്, എവറിത്തിങ് ഇസ് ദ ഓക്കെ. ഇതിൽ നമുക്ക് 12 ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെ 12 ഐറ്റംസിന്റെ എക്സ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്, സക്സസ്ഫുൾ ആണ്. ഞാൻ ഇനി നമുക്ക് ഇതിൽ മറ്റൊരു ഓപ്ഷനാണ് ഈ ഐറ്റംസ് ഓട്ടോ ക്രിയേഷൻ. ഓട്ടോ ക്രിയേറ്റ് ഐറ്റംസ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇൻവോയ്സിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് റിയൽ ടൈം വെരി ഇമ്മീഡിയറ്റ്ലി ക്വിക്കായിട്ട് അതിന്റെ HSN കോഡ് വൈസ്, GST റേറ്റ് വൈസ്, UOM മെഷേഴ്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എസ്കേപ്പ്. ഐ എം ഗോയിങ് ടു ഇമ്പോർട്ട് ഇൻ ടു ടാലി. നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വിത്ത് ഇൻവെന്ററി ഓർ അക്കൗണ്ട്സ്. വിത്തൗട്ട് ഇൻവെന്ററി അക്കൗണ്ട്സ് ഓൺലി ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തു, വിത്ത് ഇൻവെന്ററി ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി. നമുക്കത് ഡേ ബുക്കിൽ നോക്കാം. ഡേ ബുക്ക് 10th January ടുഡേ എൻ്റർ ചെയ്യുന്നു. ആ 12 ഐറ്റംസും ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓപ്ഷനാണ്. ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിലെ ഐറ്റം ടാലിയിലെ ആ ഐറ്റം ഓൾറെഡി ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഐറ്റത്തിലോട്ട് നമുക്ക് ഇതിനെ മാപ്പ് ചെയ്യാനും സാധിക്കും. വൺസ് ഇറ്റ് ഈസ് മാപ്ഡ്, നെക്സ്റ്റ് ടൈം ഓട്ടോമാറ്റിക്കലി ഈ ഇൻവോയ്സിൽ ഐറ്റം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടാലിയത്തിൽ ഐറ്റത്തിലേക്ക് അസൈൻഡ് ആയിട്ട് സേവ് ആവുന്നതാണ്. സോ ഇവിടെ നമുക്ക് ഡോക്യുമെന്റ് മാനേജ്മെന്റും അവൈലബിൾ ആണ്, ഡാറ്റ ആക്യുറസി അവൈലബിൾ ആണ്. ആക്യുറസി നമ്മളോട് എൻഷുർ ചെയ്യുന്നുണ്ട്. Then we just want to save it. That's it. The purchase is saved. So ഈ ഒരു ഫീച്ചർ ടാലിയിലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. ബിലോ മെൻഷൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, scanmyinvoice.com.